നമ്മൾ വായിക്കാൻ ആഗ്രഹിക്കുന്നത്. അതുകൊണ്ട് തന്നെ ആ ചുവരെഴുത്ത് വായിച്ചു. ചിലവർ പറഞ്ഞുകൊണ്ടിരിക്കുക അപ്പുറം പിണറായി വിജയനെ പോലുള്ളൊരു ശക്തനായ നേതാവ് ഇരിക്കുകയല്ലേ. പിണറായി വിജയൻ അപ്പുറത്തെ ശക്തനാണെങ്കിൽ പിണറായി വിജയനെ പോലൊപ്പം ശക്തമുള്ള 10 നേതാക്കന്മാർ ഇപ്പുറത്ത് ഒന്നിച്ച് നിൽക്കുന്നുണ്ട്. 2016 തെരഞ്ഞെടുപ്പ് നടന്നപ്പോൾ CPM മുഖ്യമന്ത്രി ഉയർത്തിക്കാട്ടിയിട്ടാണോ ഇലക്ഷൻ നടത്തിയത്? ആണോ? പിണറായി മുഖ്യമന്ത്രിയായ ഇലക്ഷനാണ് ഞാൻ ചോദിച്ചത്. മുഖ്യമന്ത്രിയെ ഉയർത്തിക്കാട്ടിയിട്ടാണോ ഇലക്ഷൻ നടത്തിച്ചത്? അല്ല. പിന്നെ അദ്ദേഹം മുഖ്യമന്ത്രിയായി കഴിഞ്ഞ് അധികാരം സർവസ്വവും പിടിച്ചെടുത്ത് ആ അധികാരത്തിന്റെ സർവസ്വവും പാർട്ടിയിൽ അടിച്ചേൽപ്പിച്ച് ആ അടിച്ചേൽപ്പിക്കപ്പെട്ട പാർട്ടിയെ ചോദ്യം ചെയ്യാൻ ഒരാളെയും അനുവദിക്കാതെ പിന്നീട് സ്വയം പ്രഖ്യാപിതനായിട്ടുള്ള നേതാവായിട്ട് അദ്ദേഹം മാറുകയായിരുന്നു എന്നുള്ളതാണ് കേരള രാഷ്ട്രീയം കണ്ട യാഥാർത്ഥ്യം. അത് വെച്ച് UDF കമ്പയർ ചെയ്യണ്ട, കോൺഗ്രസിനെ കമ്പയർ ചെയ്യണ്ട. നമ്മളെല്ലാവരും ഈ തെരഞ്ഞെടുപ്പിൽ ഒറ്റക്കെട്ടായിട്ട് പോരാടുക തന്നെ ചെയ്യും. കാരണം ഞാൻ നേരത്തെ സൂചിപ്പിച്ച ലക്ഷ്യം വളരെ വിപുലമാണ്. ആ ലക്ഷ്യത്തിലേക്ക് എത്താനുള്ള യാതൊരു എനിക്കതുകൊണ്ട് ബഹുമാനപ്പെട്ട നേതാക്കന്മാരെല്ലാവരും ഇവിടെ ഇരിക്കുന്നുണ്ട്. കേരളത്തിലെ കോൺഗ്രസിന്റെ ക്രീമായ ലീഡേഴ്സ് ഇരിക്കുന്നുണ്ട്. ആ ക്രീമായ ലീഡേഴ്സിന് മുന്നിൽ പറയാനുള്ളത് ഈ വരുന്ന 4 മാസക്കാലം നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഞാൻ നേരത്തെ പറഞ്ഞ വാർത്തകളുടെ കാലഘട്ടം, കമ്മ്യൂണിക്കേഷൻ വിസ്ഫോടനങ്ങളുടെ കാലഘട്ടം. മാധ്യമങ്ങൾ വരും, അവരെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. അവരുടെ ജോലിയാണത്. അവർക്ക് വാർത്തകൾ വേണം. അപ്പോൾ ആ വാർത്തകൾക്ക് വേണ്ടി അവർ വരുമ്പോൾ കൊടുക്കുന്ന വാർത്തകൾ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഈ 2 പാർട്ടികളുടെയും പരീക്ഷണശാലകളിൽ ഉരുത്തിരിയുന്ന അവർക്ക് ജയിക്കാൻ വേണ്ടി, നമ്മളെ തോൽപ്പിക്കാൻ വേണ്ടി അവർ ഉണ്ടാക്കാൻ വേണ്ടി പോകുന്ന ഏതോ പരീക്ഷണങ്ങൾക്ക് പിന്നാലെ പോകുന്നതായിരിക്കരുത്. 2, നമ്മുടെ ബൂത്തിലെ സാധാരണ പ്രവർത്തകൻ തല്ലും കുത്തും അടിയും കിട്ടിയിട്ട് നമ്മൾ ജയിപ്പിക്കാൻ വേണ്ടി പാടുപെടുന്ന പ്രവർത്തകൻ ചായക്കടയിൽ ഇരിക്കുമ്പോൾ അവൻ നിരാശപ്പെടുത്തേണ്ട സാഹചര്യം ഉണ്ടാക്കുന്നതായിരിക്കരുത്. നമ്മൾ ഇവിടെ നിന്ന് ഒറ്റക്കെട്ടായിട്ട് അപ്രതിജ്ഞയുമായിട്ടാണ് മുന്നോട്ട് പോകുന്നത്. നമുക്കറിയാം, ബൂത്ത് പ്രസിഡന്റ് അല്ലെങ്കിൽ മണ്ഡലം പ്രസിഡന്റ്, ബ്ലോക്ക് പ്രസിഡന്റ്, നമുക്കാർക്കും കോൺഗ്രസിൽ അങ്ങനെ ഒരു സിസ്റ്റമില്ല. ഞാൻ ജയിച്ചാൽ എല്ലാം മതി, ഞാൻ ജയിച്ചില്ലെങ്കിൽ ഒന്നും വേണ്ട. ഇത് കോൺഗ്രസിന്റെ സിസ്റ്റമല്ല. നമ്മൾ ജയിക്കും, നമ്മൾ നിൽക്കുന്നതാണ്. KC വേണുഗോപാൽ സംസാരിക്കുകയായിരുന്നു. വയനാട് സുൽത്താൻ ബത്തേരിയിൽ നടക്കുന്ന കോൺഗ്രസിന്റെ നിർണായകമായ നേതൃയോഗത്തിൽ KC വേണുഗോപാൽ സംസാരിക്കുന്നതിന്റെ തത്സമയ ദൃശ്യങ്ങളാണ് നമ്മളിപ്പോൾ കണ്ടത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.